ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഡെലിവറിക്കായിട്ട് ഇന്നത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും വണ്ടി കയറി ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഓർത്താ, പക്ഷേ എല്ലാം ഹറിബറി ആയിരുന്നു. ഹോസ്പിറ്റലെത്തി. അപ്പോൾ നമ്മളിങ്ങനെ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് കിക്കി ഒപ്പിക്കുന്ന പരിപാടിയായിരുന്നു. ഇനി എന്തൊക്കെ കാണണമോ ഈ ഹോസ്പിറ്റലിൽ. ആ ബാഗ് എടുത്ത് അവിടെ മുഴുവൻ നടക്കുമായിരുന്നു. അപ്പം നമുക്ക് റൂം ആകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവർ ഫുള്ള് മറ്റേ ഇവിടെ ഹാർട്ട് ബീറ്റും മറ്റേ ഇതൊക്കെ ചെക്ക് ചെയ്യണം, ഗ്രാഫൊക്കെ എടുക്കണം. അപ്പോൾ അതിനോട് പറഞ്ഞു ലേബർ റൂമിലേക്ക് ചെല്ലുക, അവിടെ നിന്നൊരു ഫോം തരും, അത് ഫില്ല് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ലേബർ റൂമിലേക്ക് പോവാണ്. ലേബർ സൂട്ട് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. അയ്യോ, പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചൊക്കെ ഇടിക്കുന്ന കൂടിയ പോലെ. ഏതായാലും ഇന്നൊന്നും നടക്കുന്നില്ല, ഇന്നും ജസ്റ്റ് ചെക്കിങ്ങേ ഉള്ളൂ, പക്ഷേ നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഓക്കെ റൂമിൽ വന്നു. കിക്കിക്ക് അപ്പം എന്താണെന്നറിയില്ല, കുറേ നാൾ കൂടി ചൂച്ചു കുടിക്കണം. അങ്ങനെ കിയനെ ഫീഡ് ചെയ്ത് ഉറക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫീഡിങ് നിർത്തിയിട്ടില്ല, മൂത്താളിപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്. നാളത്തെ ഫസ്റ്റ് കേസ് എൻ്റെയാണ്. അപ്പോൾ രാവിലെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ആയപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഇരിക്കുക. പിന്നെ അവർ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ട്യൂബ് വിട്ടതിൻ്റെ ഇറിറ്റേഷനാണ്, ഭയങ്കര പെയിനാണെന്ന് വിചാരിച്ചു, അത്രയൊന്നും ഇല്ല. പിന്നെ എനിക്കൊരു നെബുലൈസേഷൻ തന്നു. അതെനിക്കൊരു ഹിസ്റ്ററി ഉണ്ട്, ചെറുതായിട്ടൊരു ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. എനിക്കൊരു നെബുലൈസേഷൻ തന്നു. പിന്നെ എന്നെ ഡെലിവറി സർജറി റൂമിലേക്ക് കൊണ്ടുപോയി. വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ മോനുമായിട്ട് പാടായിരുന്നു. പിന്നെ ഇതാ മോൻ, എൻ്റെ മൂത്ത ആൾ എൻ്റെ ഇളയാൾ കാണുന്നതാണ്. ഇത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നൊരു മൊമെൻ്റാണ്. നമുക്കറിയില്ലായിരുന്നു അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങൾ കണ്ടു നോക്ക്. സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഞാനും ബേബി റൂമിലേക്ക് വന്നത്. എന്നെ ICUയിൽ ഒബ്സർവേഷൻ വെച്ചു, കുഞ്ഞിന് ആ സമയത്ത് NICUയിലും വെച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നു. ഞാൻ പിന്നെ കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് ഫ്രഷായി നമ്മൾ സർജറി കഴിഞ്ഞ് നടന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് മാത്രമായിട്ടാണ് നമ്മൾ റൂമിലേക്ക് വിട്ടത്. അതൊക്കെ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. ഫസ്റ്റ് വോക്ക് എന്ന് പറയുന്ന അറിയാമല്ലോ എല്ലാവർക്കും, C-സെക്ഷൻ കഴിഞ്ഞിട്ട്. അങ്ങനെ കുഞ്ഞു ബേബി നല്ല ഉറക്കമാണ്. ആളെ ഇങ്ങനെ പൊതിഞ്ഞ് ശരിക്കും 36 വീക്കല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നന്നായിട്ട് കവർ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ വെച്ചിട്ടും കൈയും കാലൊക്കെ വെളിയിലിടുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ആക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഇതൊരു സെമി പ്രൈവറ്റാണ്. ഇത് 2 ഷെയറിംഗ് ആണ്. അപ്പം ഒരു കർട്ടൻ ഉണ്ടാവും അപ്പുറ സൈഡും ഇപ്പുറ സൈഡിലും. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്ന ശേഷം അപ്പുറ സൈഡിൽ ആരും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. ഇവിടെ ഇതാണ് ഒരു സൈഡ്, ഇത് അടുത്തത്. ഇത് AC ആണ്. AC സെമി പ്രൈവറ്റ് ആണ്. പിന്നെ ഉള്ളത് സിംഗിൾ AC ഉണ്ട്, സിംഗിൾ നോൺ AC ഉണ്ട്. പക്ഷേ സിംഗിൾ AC നമ്മുടെ ഇൻഷുറൻസിൽ അത് ആഡ് ആവത്തില്ലായിരുന്നു. അത് കാരണമാണ് സിംഗിൾ എടുക്കാഞ്ഞത്. പിന്നെ നോൺ AC ഉള്ളത് നമുക്ക് ഈ ചൂടത്ത് നോൺ AC പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നോൺ AC വേണ്ട, അതിലും ഭേദം ഷെയറിങ് എടുക്കാം. മോനെ അഡ്മിറ്റ് ആയപ്പോഴും ഞങ്ങൾ ഇതുപോലെ ഷെയറിങ് ആയിരുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇത്തവണ അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ കഴിഞ്ഞെങ്കിൽ എനിക്ക് വയറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അപ്പം തന്നെ വയറ് മാറിയായിരുന്നു. ഇത്തവണ ചെറുതായിട്ട് വയറുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് കുറച്ച് ആവണമായിരിക്കും അത് മാറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഇതാ ടോയ്ലറ്റൊക്കെ എല്ലാം ബേസിക്, കുഴപ്പമൊന്നുമില്ല, നീറ്റും ക്ലീനൊക്കെയാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ആ വയറൊക്കെ ഒന്ന് റെഡി ആവാൻ. കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷേ കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് അപ്പം തന്നെ വയറ് കംപ്ലീറ്റ്ലി പോയായിരുന്നു. പിന്നെ നമുക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ബേബി നല്ല ഉറക്കാട്ടോ, ഫുൾ ടൈം ഉറക്കാം. മറ്റേ മൂത്താളായിരുന്നു ഏത് നേരം കരയുമായിരുന്നു. ഇത് എണീക്കും, ഇച്ചിരി കുടിക്കും, പിന്നെ ഉറങ്ങും. അല്ലാതെ ഇങ്ങനെ കരച്ചിലും ബഹളവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തുടപ്പിക്കാനൊക്കെ NICയിലാണ് കൊണ്ടുപോകുന്നത്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ചാർജാണ്. അപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുക. റെഡിയായില്ല, നമ്മളിങ്ങനെ രാവിലെ കുളിച്ച് ഡോക്ടർ വരുമ്പോൾ കുളിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുളിച്ചൊക്കെ റെഡിയായി. വാവേനെ അപ്പോൾ NIC കൊണ്ടുപോയി അവർ തുടപ്പിച്ച്, അവിടെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നത്, തുടപ്പിച്ച്. ഫീഡൊന്നും ചെയ്യത്തില്ല, നമ്മൾ തന്നെ ഇവിടെ ഫീഡ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ കൊണ്ടുവന്നിരിക്കുക. അതാണ് ആൾ നല്ല സുഖിച്ചങ്ങ് ഉറങ്ങുക, നല്ല ഉറക്കം. അപ്പോൾ ആരും എടുത്തിട്ടൊന്നും കുടിക്കുന്നില്ല, എണീറ്റിട്ടില്ല, നല്ല ഉറക്കം. ഉറങ്ങട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലെ സൈഡിൽ നിന്ന് നമുക്കൊരു കോംപ്ലിമെൻ്ററി ഒരു കേക്ക് കട്ടിങ്ങും ഒരു ബേബി ഷൂട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 3 മണിക്കാണ്. അപ്പം ഇനി നമ്മൾ ഡിസ്ചാർജിൻ്റെ എല്ലാം ഇവിടുന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി.
ഡിസ്ചാർജ് ഏകദേശം ഇനി ആ സമയമാവും. ഇന്നലെ നമ്മുടെ അപ്പുറത്തെ റൂമിലുള്ളവരും പോയപ്പോൾ രാത്രി എന്തോ ആയി ഡിസ്ചാർജൊക്കെ കഴിയും. ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇത്തിരി ടൈം എടുക്കും. അപ്പം നമ്മുടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവുമായിരിക്കും. അപ്പോൾ ഒരു 6 ഒക്കെ ആകുമ്പോൾ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഹസ്ബൻഡ് അപ്പം വണ്ടിയായിട്ട് കാറായിട്ട് വരാം, കുറച്ചുകൂടെയൊക്കെ സാധനമൊക്കെ എടുത്ത് വെക്കാനൊരു ബാഗൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇപ്പം വന്നതിലും കൂടുതൽ സാധനമായല്ലോ, ബേബിയുടെ സാധനമൊക്കെ. അപ്പം അതെടുത്തിട്ട് വരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഫുഡൊക്കെ വന്നു. പക്ഷെ ഭയങ്കര വിശപ്പ് തോന്നുന്നുണ്ട് എനിക്ക് അത്ര വിശപ്പില്ലാത്ത ആളായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാനിപ്പോൾ ഒരു സൂപ്പ് വാങ്ങിച്ചു. കുളിച്ച് കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് കഴിഞ്ഞൊരു സൂപ്പ് ഓർഡർ ചെയ്തു. അത് കുടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ അത് ലഞ്ചും കൊണ്ടുവന്നു വരിപ്പോൾ. അപ്പോൾ ലഞ്ചും കഴിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്, എനിക്കറിയില്ല, നേരത്തെ ഇത്രയും വിശപ്പില്ലായിരുന്നു. പിന്നെ എനിക്കെല്ലാം ഇഞ്ചക്ഷൻസ്, ആൻറ്റിബയോട്ടിക്കും, പിന്നെ എന്താ ഉള്ളത്, തൈറോയിഡ് പിന്നെ നോർമൽ കഴിക്കുന്നതല്ലേ. പിന്നെ കാൽസ്യം അയണും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ മെഡിസിൻ, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആയിരുന്നു, അതെനിക്ക് ടാബ്ലറ്റ് ആക്കി തന്നു. പിന്നെ ഗ്യാസിൻ്റെ മരുന്ന്, എനിക്ക് ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്. രാവിലെ കഴിച്ചത് ഗ്യാസിൻ്റെ ഒരു ടാബ്ലറ്റ്, എന്നിട്ട് പോലും ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഗ്യാസ് കയറി. അതാണ് ഞാനിപ്പോൾ സൂപ്പ് പറഞ്ഞില്ല ഓർഡർ ചെയ്തെന്ന്. അപ്പം അത് കുടിച്ചു. എന്നിട്ടും ഭയങ്കര ഒരു നെഞ്ചിൽ എന്തോ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഗ്യാസിൻ്റെ ഇറിറ്റേഷൻ. അപ്പം ഇനി അത് പറയണം, ഗ്യാസിൻ്റെ കുറച്ച് മരുന്നും കൂടെ എടുത്തിട്ട് വേണം പോവാൻ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അങ്ങനെ ഇല്ല, എന്നാലും ഡോക്ടർ ഒരു സിറപ്പ് എഴുതരാമെന്ന് പറഞ്ഞു, വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്. നൈറ്റ് കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് പ്രത്യേകം ടാബ്ലറ്റ് ഉള്ളത്, അല്ല മരുന്നാണ്, മെഡിസിൻ ഉള്ളത്. ഇനി എനിക്ക് 45 ഡേയ്സ് കഴിയുമ്പോഴാണ് വരേണ്ടത് ഇനിയുള്ള ഒരു ചെക്കപ്പ് റിവ്യൂ ഉള്ളത്. അപ്പോഴേക്കും അതിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാം. ഇപ്പം സ്റ്റിച്ചൊന്നും കുഴപ്പമില്ല, ഒട്ടിച്ചിരുന്നത് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കുളിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ബ്ലീഡിങ്ങേ ഉള്ളൂ, എനിക്ക് അധികം അങ്ങനെ ബ്ലീഡിങ് കഴിഞ്ഞതിലും എനിക്കില്ലായിരുന്നു. ഒരു 3-4 ഡേയ്സിനുള്ളിൽ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി. ഇപ്പോഴും എനിക്കങ്ങനെ മറ്റ് വലിയ ന്യൂ മോമിൻ്റെ പാഡില്ലേ, അതാ വെക്കുന്നത് ഞാൻ. അതോ വലിയ മറ്റേ അഡൽട്ട് ഡൈപ്പർ, അപ്പോൾ അത് വെച്ച് മറ്റേ ക്വാക്ക് ഡെക്ക് അടക്കുന്ന പോലെ ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ നോർമൽ പീരീഡ്സിൻ്റെ ഡൈപ്പർ വെച്ചാൽ മതി എന്നെനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ എനിക്ക് ബ്ലീഡിങ്, എനിക്ക് കാര്യമായിട്ട് ബ്ലീഡിങ് ഒന്നും ഇല്ല. അപ്പം അത്രയൊക്കെയുള്ള ഇപ്പോൾ ഹോസ്പിറ്റൽ വിശേഷം. ഇനിയിപ്പോൾ ഇന്നും കൂടെ ഇവിടെ നിന്നാൽ മതി. മോനെ മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അവൻ വിഷമിച്ചാൽ ഇന്നലെ അവൻ ഇവിടെ ഇങ്ങനെ ഒരു റൂമിൽ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നതിന് നല്ലത് വീട്ടിൽ പോയി കളിക്കാമല്ലോ, ടോയ്സൊക്കെ ഇട്ട്. അപ്പം അങ്ങനെ, അപ്പോൾ അവന് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇന്നലെ സമയം പോകുന്നേ ഇല്ലായിരുന്നു. മറ്റേത് ഇവിടെ അനക്കവും ബഹളവും, കുഞ്ഞു ബേബിക്കാണേലും അത് തന്നെ. ഇവിടെ അനക്കവും ബഹളവും ഒക്കെ കേട്ടാൽ ശീലിച്ചിട്ട് കുഞ്ഞിന് ആരും ഇല്ല. അയ്യോ മൂക്ക്, ഒരു സെക്കൻഡ്. അനക്കവും ബഹളവും കേട്ടൊക്കെ ശീലിച്ചിട്ട് ഇവിടെ ആരും ഇല്ലായിട്ട് ആ കുഞ്ഞും ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയ പോലെ. മറ്റേത് ചിലപ്പോൾ ആന്ന് വർത്താനമല്ലേ. ഇവിടുത്തെ ഈ ഒരു നഴ്സിംഗ് സ്റ്റേഷനിലെ ഈ ഒരു ഫ്ലോറിലെ എല്ലാ റൂമിലും അവന് പരിചയക്കാരാണ്. അപ്പം എല്ലാ റൂമിലും ചെന്ന് കാറുമായിട്ട് ചെന്ന് അവരുടെ അടുത്ത് 2 ഉരുട്ടൊക്കെ ഉരുട്ടിയിട്ടേ വരുള്ളൂ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ മോനില്ലായിട്ട് എന്തോ പോലെ എന്നൊക്കെ പറയുന്നു. പിന്നെ എല്ലാവരും സയൻറ്റിസ്റ്റ് ആവുമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. ഇപ്പം ഭയങ്കര പ്ലാനറ്റ് സോങ്ങും പ്ലാനറ്റിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ഒരു ആക്സിഡൻ്റായി വന്നിട്ട് അപ്പൂപ്പനും അമ്മയുണ്ട്, അവിടെയായിരുന്നു ഫുൾ ടൈം. അപ്പോൾ അപ്പൂപ്പനൊക്കെ പറയുന്നത് അമ്മൂന്നൊരു സയൻറ്റിസ്റ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടേക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഏതായാലും ഹസ്ബൻഡ് മോനെ കൊണ്ടുവരുന്നില്ല. ബിക്കോസ് കാറിൽ എപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ചെക്കപ്പിന് പോകുമ്പോൾ പോലും, ഇങ്ങോട്ട് വന്നപ്പോൾ പോലും എൻ്റെ കൂടെ ഫ്രണ്ടിൽ എൻ്റെ മടിയിൽ ഇരിക്കുള്ളൂ. ഞാൻ ബാക്കിൽ നിന്ന് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുള്ളൂ. അപ്പം ഇപ്പോൾ എനിക്ക് സ്റ്റിച്ച് ഉള്ളപ്പോഴേ എങ്ങനെയാണ് എനിക്ക് തന്നെ അറിയത്തില്ല, എങ്ങനെയാണ് നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. എബവ് 25 കിലോമീറ്റേഴ്സ് ഉണ്ട് എന്തായാലും. അപ്പം അവനിനി കുഞ്ഞിനെ അമ്മയുടെ കൊടുക്കാം, പക്ഷേ എൻ്റെ മടിയിൽ എങ്ങനെ ഇരുത്തും എന്ന് എനിക്കൊരു പേടിയുണ്ട്. കൊണ്ട് വല്ല ഇപ്പോൾ ഹീലായിട്ടുണ്ട്, ഇനി അതിൽ നമ്മൾ ഇതാക്കിയ പാടാ. 2 പേരൂടെ ഉള്ളപ്പോൾ പാടല്ലേ, അമ്മയ്ക്കും എല്ലാവർക്കും പാടാ, നമ്മുടെ തന്നെ പാടാ. അത് കാരണം ഞാൻ ഓർത്ത് അവനവിടെ നിർത്തിയിട്ട് അമ്മയുടെ സിസ്റ്ററും എൻ്റെ അച്ഛനും അമ്മമ്മയൊക്കെ ഉണ്ട്, ടോയ്സൊക്കെ ഇട്ട് ഒന്ന് പതിയെ TV ഒക്കെ വെച്ച് കൊടുത്താൽ ഇരുന്നോളും. അപ്പം അവിടെ നിർത്തിയിട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്താൽ മതി. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു, അധികമൊന്നും ഇല്ല. അതിൻ്റെ അപ്പുറത്തെ അടുത്ത ആൾക്കാരാണ്. ഇപ്പം ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ആദ്യ ദിവസം മാത്രം ഒരു ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ആരും ഉണ്ടായില്ല. നമുക്ക് ഫുൾ ഏരിയ ഉണ്ടായിരുന്നു. മോനുള്ളപ്പം
അതാണ് ഇതിനകത്ത്. സിംഗിൾ റൂമാണെങ്കിലും നമ്മൾ നോക്കി സെയിം സ്പേസേ ഉള്ളൂ. പിന്നെ സിംഗിൾ റൂം ആകുമ്പോഴേക്കും നമ്മൾ AC എടുക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസിലത് ഇതാവത്തില്ല, ആപ്ലിക്കബിൾ ആവത്തില്ല. പിന്നെ നമ്മൾ എല്ലാം അതനുസരിച്ച് നമ്മൾ റേറ്റ് ചേഞ്ച് ആവും, സർജറി റേറ്റ് ചേഞ്ച് ആവും. അത് കാരണം നമുക്ക് non-AC ചൂടത്ത് വയ്യായിരുന്നു. അത് കാരണം ഇത് ഷെയറിങ് ആണെങ്കിലും AC എടുത്തത്. സിംഗിൾ AC എനിക്ക് തോന്നുന്നു എബവ് 6000 ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഇൻഷുറൻസ്, 2 ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ഒരു ഇൻഷുറൻസ് അത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ആയതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കാലക്കേടിന് അപ്പോഴേക്കും അത് എക്സ്പയർ ആയി, അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടക്കും. അപ്പോൾ അത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ആയതുകൊണ്ട് ടൈം എടുക്കും. അത് കാരണം അല്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ റൂം വൈസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണേലും ഇപ്പം ഞാനും അമ്മയും കുഞ്ഞും മാത്രമാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ബേബിയൊക്കെ നിന്ന് മൂത്ത മോനോടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇല്ലാത്ത ഒരു നോർമൽ ഫാമിലി ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറിൽ നിൽക്കുകയുള്ളൂ. അത് മോർ ദാൻ ഇനഫാണ് ഈ റൂം. പിന്നെ ഇത് അപ്പോൾ ഈ ബാക്കി ഞാൻ ഫോട്ടോഷൂട്ട് പോകുന്ന സമയത്ത് എടുക്കാം. ഇനി മോനെ ഒന്ന് കിടത്തി കുറച്ച് നേരം ഞാനൊന്ന് കിടക്കട്ടെ, കുറേ നേരമായിരിക്കുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ട് സമയത്ത് കാണാം.